അല്ല മുസ്ലിം ഈ മുസ്ലിങ്ങൾക്കല്ല ജിഹാദികൾക്കൊക്കെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഉടനെ മാർട്ടിനെ എടുത്തിടും. മാർട്ടിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. മാർട്ടിന് ഈ യഹോവ സാക്ഷികളിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പിന്റെ ആളായിരുന്നു മാർട്ടിൻ. മാർട്ടിന് മറ്റേ ഗ്രൂപ്പിനോട് താല്പര്യം തോന്നിയില്ല. അവരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായ കശവിശ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ കാന്തപുരംകാർ അതുകൊണ്ട് 8 അങ്ങോട്ടും പേരെ ഇങ്ങോട്ടും കൊന്നു, പ്രശ്നം. 8 പേരെ ഒന്ന് മ്യൂട്ട് ബോംബ് ചെയ്ത പൊട്ടിച്ചു കൊന്നു. താനുസെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കയറരുത് കേട്ടോ. അല്ല, ഞാൻ ഞാൻ ചോദ്യം പറയുമ്പോ ഇടയിൽ ചോദിക്കട്ടെ, കയറരുത്. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഞാൻ പറയുമ്പോ ചോദ്യം പറയുന്നതിന്റെ ഇടയിൽ ചോദിക്കണ്ടേ എനിക്ക്? കയറരുത്. നിങ്ങൾ മറുപടിയാ പറയുന്നത്, അവിടെ മിണ്ടാതിരിക്കുക. ഞാൻ പറയുമ്പോ ഇടയിൽ കയറരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞേ പറയാവുള്ളൂ. നിങ്ങളൊന്നും പറയുമ്പോൾ ഞാൻ ഇടയിൽ കയറി ഒന്നും ചോദിക്കാറില്ല, മിണ്ടാതിരുന്നേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും വല്ല ചോദ്യം ഉണ്ടോ ചോദിച്ചാൽ മതി. നാസറ, എനിക്ക് പറയുമ്പം റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുക. അടിച്ച് കേൾക്കാൻ താല്പര്യമില്ല. മ്യൂട്ട് നാസർ മ്യൂട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചെയ്താനോ പലപ്പോഴും മ്യൂട്ട് ഞാനിവിടെ ചെയ്ത കേട്ടിട്ടുണ്ട്. ഞാൻ കേൾപ്പിക്കാൻ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. താല്പര്യമില്ല, താഴോട്ട് സംസാരിച്ചോളാം നോക്കൂ. ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഞാൻ ഈ നീ സാധനത്തിനെ ഇവിടെ താഴേക്ക് വിടുക സംസാരിച്ചോളാം കേട്ടോ. ഞങ്ങൾക്ക് അപ്പൊ നിർബന്ധമില്ല. ഞാൻ പൊക്കോളാം, നീ കുഴപ്പമില്ല. അത് നിങ്ങൾ തന്നെ. താഴോട്ട് വേണ്ട, ഞാൻ പൊക്കോളാം. അയ്യ താഴോട്ട് പോയിക്കോ, നീ താഴോട്ട് പോയിട്ട് താഴോട്ട് ചാറ്റ് നോക്കൂ, നീ ബോക്സിൽ താഴോട്ട് എന്നിട്ട് പോകും. കുടിക്കുക. അതാണ്ട് നീ താഴോട്ട് താഴോട്ട് പോയിക്കോ. നോക്കുക. നിന്റെയൊക്കെ സ്വഭാവം ഓക്കെ, നമുക്കറിയാവുന്നതല്ലേ. അത്രേ ഉള്ളൂ. നിനക്കൊക്കെ അറിയാം. എനിക്ക് എന്നോട് മറുപടി പറച്ചിൽ നടക്കുകയില്ലെന്ന് അറിയുമ്പോഴാ നീയൊക്കെ താഴോട്ട് പോകുന്നു, ഇറങ്ങി പോകുന്നു. ഇതൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. ക്ലബ് ഹൗസിൽ വന്നിട്ട് 2-3 കൊല്ലമായില്ലേ. നിന്റെയൊക്കെ ഈ ചെപ്പടി വിദ്യകൾ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാലമായി. കാരണം ഞാൻ പറയുമ്പോഴത്തേനും നിനക്കൊക്കെ അറിയാം അതിനകത്ത് മറുപടി കാണുകയില്ല എന്നുള്ളത്. ഇനി ഈ ഇവൻ പറഞ്ഞതിന് പറയാം, ഇവര് ചാടി പറയുന്ന മാർട്ടിന്റെ കാര്യം. മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സഭയിലെ ഒരു ഗ്രൂപ്പിന്റെ ആളായിരുന്നു. അപ്പൊ പുള്ളിക്ക് മറ്റേ ഗ്രൂപ്പിനോട് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു. പുള്ളി കൊണ്ടേ ബോംബിട്ടു. പുള്ളി കൊണ്ടേ ബോംബ് എന്തോ സാധനം കൊണ്ടേ വെച്ച് ബോംബ് പൊട്ടിച്ച് കുറെ പേര് മരിച്ചുപോയി. കാന്തപുരംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാന്തപുരം ഈ AP EK തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി പിടിക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട്. എത്ര പേര് ചത്തിരിക്കുന്നു. AP വിഭാഗം EK വിഭാഗം തമ്മിലുള്ള പിന്നെ ഈ കത്തിക്കുത്തിൽ എത്ര പേര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. എണ്ണി നോക്കുവാണെങ്കിൽ ഒരു 10-25 മരിച്ചിട്ടുണ്ട്. വാർത്തകളിൽ വരാത്ത ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട്. ഈ CPM-ഉം BJP-യും പോലുള്ള സംഘടനമായിരുന്നു ഒരു കാലത്ത് ഈ AP EK തമ്മിലുള്ള സംഘടനകൾ. എന്നാൽ AP EK-യും എന്താണ്, രണ്ടും ഒരു ഒറ്റ പിന്നെ തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ്. രണ്ട് സുന്നികളാണ്. രണ്ടും ഒരേ സുന്നികൾ തന്നെയാണ്. ഒരേ ആചാരങ്ങൾ വെച്ച് പുലർത്തിപ്പോയിരുന്നാണ്. റാത്തീബും പിന്നെ ഈ മൗലൂദും ഇതൊക്കെ ആയിട്ട് ഇതിന്റെയൊക്കെ പിന്നെ ഈ ബദ്രീങ്ങളുടെ നേർച്ചയും പിന്നെ ഈ ഖബർ സിയാർത്ത്, ഖബർ വ്യാപാരം, രണ്ടും ഖബർ വ്യാപാരികളാ. എല്ലാ പരിപാടിയും ഉണ്ട്. ഇപ്പൊ കാന്തപുരം മുടിയും കൊണ്ട് നടക്കുന്നില്ലേ. AP-യും EK-യും കുറെ കാലം വേറെ എന്തോ ഒരു സാധനമായിട്ട് നടന്നു. മൊമൈന്റെ ആണെന്നും പറഞ്ഞ്, മൊമൈന്റെ ഷഡ്ഡിയാണെന്നും പറഞ്ഞ് എന്തോ കുറച്ച് ആൾ കൊണ്ട് കിടന്നു. ഇപ്പൊ കാന്തപുരം മൊമൈന്റെ മുടിയാണെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്നു. ഇതിനൊക്കെ കുറെ പാത്രമാണെന്നും പറഞ്ഞ് എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു. ലാസ്റ്റ് മുടിയൊക്കെ കണ്ടുപിടിച്ചാണ് ഒരു ലെബനോനി പെണ്ണിന്റെ മുടിയായിരുന്നു പിന്നെ കാന്തപുരം കൊണ്ടു കടന്നു. ലെബനോനി പെണ്ണിന്റെ മുടിയുമായിട്ടാണ് കാന്തപുരം മൊമൈന്റെ മുടിയാണെന്നും പറഞ്ഞ് കൊണ്ടു കടന്ന് വിറ്റ് കാശുണ്ടാക്കിയത്. അതൊക്കെ പോട്ടെ. അപ്പം അതെന്തായിരുന്നു സംഭവം? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ കത്തിക്കൂത്തുണ്ടായത്. അപ്പൊ നിങ്ങൾ എന്താ അത് പറയാത്ത? ഈ മാർട്ടിന്റെ കാര്യം മാത്രം എടുത്തു പറയുന്നത് എന്താ? അത് നിങ്ങൾ ഈ മാർട്ടിന്റെ കാര്യം മാത്രം എടുത്തു പറയുന്നതിന്റെ കാര്യം എന്നാ? മാർട്ടിൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കേരള ചരിത്രത്തിൽ പരിശോധിച്ച ഒരു മാർട്ടിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ EKAP സംഘടനത്തിൽ കത്തിക്കുത്തുണ്ടാക്കിയവരും കൊലപാതകികളും മരിച്ചുപോയവരും നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ CPM BJP സംഘടന പോലെ നിങ്ങൾ എണ്ണേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്. മാർട്ടിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു മാർട്ടിനെ മാത്രം ചെന്നെത്തും. ഈ ആദ്യം മുതൽ നോക്കിയാലും അവസാനത്തെ നോക്കിയാലും മാർട്ടിനിലെ നിങ്ങൾക്ക് എത്തുന്നുള്ളൂ. കാരണം വേറൊരു മാർട്ടിനെ കാണാനില്ല. മനസ്സിലായോ? അതാണ് നിങ്ങൾ ഈ മാർട്ടിന്റെ മാത്രം നിങ്ങൾക്ക് എടുത്തു പറയേണ്ടി വരുന്നത്. നിങ്ങളിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ എടുത്തു പറയാൻ പറ്റുന്നില്ല. ഒരാളെ പറയുമ്പോൾ ഒരു മജീദിന്റെ പേര് പറയുമ്പോൾ ഒരു സുലൈമാന്റെ പേരുമായിട്ട് വേറൊരാൾ പറയും. ഒരു സുലൈമാന്റെ പേര് പറയുമ്പോൾ ഒരാൾ നാസറിന്റെ പേര് പറയും. ഒരു നാസറിന്റെ പേര് പറയുമ്പോൾ ഒരാൾ നൗഷാദിന്റെ പേര് പറയും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ഈ യഹോവ സാക്ഷികളുടെ ബോംബ് സ്ഫോടനമൊക്കെ ഒരു മാർട്ടിനിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഈ മാർട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തോന്നിവാസങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ കുരിശുദ്ധമായിട്ട് വരുന്നില്ലേ? ക്രിസ്ത്യാനികൾ അന്ന് കുരിശുദ്ധം നടത്തിയില്ലേ? കുരിശുദ്ധത്തിൽ എത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ? ഹിന്ദുക്കളുടെ ജാതീയതയായിട്ട് നിങ്ങൾ വരുന്നില്ലേ? മനുസ്മൃതി നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നില്ലേ? സതി വരെ നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നില്ലേ? ഇന്ന് ഹിന്ദുക്കൾ ഏതെങ്കിലും പെണ്ണ് സതി അനുഷ്ഠിക്കുന്നുണ്ടോ? ഏതെങ്കിലും കൊണ്ട് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയെ പോയി ഭർത്താവിന്റെ ചെറിയ ചാടി മരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ കേട്ടുകളില്ല. എന്റെ ഓർമ്മയിൽ പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്ന. അതുപോലെ മാറുമറയ്ക്കാതെ നടന്നതിനെ പറ്റി നിങ്ങൾ എത്തി വിളിച്ച് നിങ്ങളുടെ അടിമഭോഗത്തെ പറ്റി ഞങ്ങൾ പറയുമ്പോഴാണ്, നിങ്ങളുടെ പിന്നെ ബിസിനസിനെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ, അടിമ കച്ചവടത്തെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ മാറുമറയ്ക്കാതെ നടന്ന പെണ്ണുങ്ങളെ പറ്റി എടുത്തുകൊണ്ട് വരും. ഇതൊക്കെ എന്താണ് നിങ്ങളുടെ അടുത്ത്? ഇതൊക്കെ ഇപ്പൊ നടക്കുന്നതാണ്. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളിൽ കുരിശുദ്ധം ക്രിസ്ത്യാനികൾ നടത്തുന്നു? ഇല്ല. ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും പോയി ബോംബ് വെച്ച് അന്യ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും ഇന്ന് നടക്കുന്നില്ല. ഹിന്ദുക്കളുടെ ജാതീയത ഒരിടത്തും ഇല്ല. നിങ്ങൾ എപ്പോഴും നമ്മൾക്ക് എത്രയോ ഹിന്ദുക്കളുടെ ഇടയിൽ കൂടെ നടക്കുന്നവരല്ല നമ്മള് ഈ ഉത്തരേന്ത്യയിലും ഈ ദക്ഷിണേന്ത്യയിലും ഒക്കെ നടക്കുന്നത്. നമ്മൾ എവിടെ പോകുമ്പോഴാണ് നീ ഇന്ന ജാതിക്കാരനോ നീ അങ്ങോട്ട് മാറിയില്ല,
ഏതെങ്കിലും ഹോട്ടലിൽ നീ ഇന്നേ അധികം നിനക്കിത് അപ്പുറത്ത് റൂമുണ്ട്, അവിടെ പോയിരുന്ന് നീ കഴിച്ചാൽ മതി. ഏതെങ്കിലും ഉത്തരേന്ത്യയിലോ നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ വെസ്റ്റ് ഇന്ത്യയിലോ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അനുഭവം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുവരെ സന്തോഷ് ജോർജ് കുളങ്ങരയോട് വരും. സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന, ഇന്ത്യ മുഴുവൻ അയാൾ സഞ്ചരിച്ചു ഇന്ത്യ വിഭരണത്തിന് വേണ്ടി. അയാളോട് ചോദിച്ചു നോക്കി, എവിടെയെങ്കിലും നിങ്ങൾക്ക് അയിത്തത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും ചെന്നപ്പോൾ നിങ്ങളോട് ഹിന്ദുവിലെ ഈ ജാതിയാണോ നിങ്ങൾ അങ്ങോട്ട് മാറിയില്ലേ, ഈ ജാതി ഇത് ഇങ്ങോട്ട് മാറിയില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സന്തോഷ് ജോർജ് കുളങ്ങരയോട് വരും. അല്ലെങ്കിൽ ഇഷ്ടം പോലെ വ്ളോഗർമാരുണ്ടല്ലോ ഈ കേരളത്തിൽ, ഇഷ്ടം പോലെ ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വ്ളോഗുകൾ തയ്യാറാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടോ? നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്ക്, എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അയിത്തത്തിന്റെ ഒരു അനുഭവം ഉണ്ടായി? അവർ പറയാം ഇല്ലാന്നേ പറയുള്ളൂ. പക്ഷെ ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണെന്നേ. പക്ഷെ ഇന്ന് നടക്കുന്നില്ല സഹോദരങ്ങളെ. മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അതാണ് പറ്റിയത്. നിങ്ങൾ എന്നും നിങ്ങളുടെ ഈ പിന്നെ തോന്നിവാസങ്ങളും ഈ പോക്കൃത്തരങ്ങളും ഞങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ഈ മതമണ്ടത്തരങ്ങളെ പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ ഈ മത ദുരന്തത്തെ പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ ഈ അന്യമത വിദ്വേഷത്തെ പറ്റി പറയുമ്പോൾ, നിങ്ങളുടെ മതത്തിലെ ദുരാചാരങ്ങളെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ എപ്പോഴും ഇപ്പം നടക്കാത്ത സംഭവങ്ങൾ, പണ്ട് നടന്നുപോയ സംഭവങ്ങളാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. പണ്ട് നടന്നുപോയ സംഭവങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തെങ്കിലും പ്രയോജനം? ഇപ്പം നമ്മളൊരു ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഒരുപാട് സിനിമകൾ നടക്കുന്നു. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് നോക്കുന്ന മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ ഒരു സിനിമകൾ നോക്കിച്ച് അതിലെ അഭിനയത്തെ പറ്റി താരതമ്യം ചെയ്യുമ്പോൾ, ഇത് തിക്കുറിശി അങ്ങനെയാണ് അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ സത്യൻ എങ്ങനെയാണ് അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം? കാരണം അവരൊക്കെ മരണപ്പെട്ടു പോയി, അവരുടെ കാലവും കഴിഞ്ഞു, അവരുടെ സിനിമകളൊന്നും ഇപ്പൊ ഇല്ല. അവരുടെ സിനിമകൾ ആരും പഠനം നടത്തുന്നില്ല. അവരുടെ സിനിമകൾ കാണുന്നുണ്ടായിരിക്കാൻ പല യൂട്യൂബിലും വരെ, പക്ഷെ അതൊരു പഠനത്തിനൊന്നും തയ്യാറാക്കുന്നില്ല. അവരുടെ അഭിനയത്തെ പറ്റിയൊന്നും വിശകലനം. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടമാണ് നോക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമകൾ എങ്ങനെയാണ് പോകുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിലെ സിനിമാ സംവിധാനങ്ങൾ എങ്ങനെയാണ്, അതിന്റെയൊക്കെ രീതികളല്ലേ ഇന്ന് ആൾക്കാർ പറയുന്നത്. അല്ലാതെ 50 കൊല്ലം 60 70 കൊല്ലം പഴക്കമുള്ള തിക്കുറിശിയുടെ സിനിമ ജീവിത നൗകയുമായിട്ട് ഇന്നത്തെ ആടുജീവിതം ആരെങ്കിലും താരതമ്യം ചെയ്യും? ഇല്ല. കാരണം എന്താ, അത് വർഷങ്ങൾക്ക് മുമ്പേ കടന്നുപോയ സിനിമയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അതൊന്നും നടക്കുന്നില്ല. പക്ഷെ നിങ്ങളെ എല്ലാവരും, നിങ്ങളെ കുറ്റം പറയാനുള്ള കാരണം എന്താ അറിയോ? നിങ്ങളെ വിമർശിക്കാനുള്ള കാരണം, നിങ്ങൾ 1400 കൊല്ലം മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു 1400 കൊല്ലം മുമ്പ് മുമ്പോട്ട് പോയത്, എന്തായിരുന്നു 1400 കൊല്ലം മുമ്പ് നിങ്ങൾ ഈ ഭൂമിയിൽ നടപ്പാക്കിയിരുന്നത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതചര്യ, അത് തന്നെയാണ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് റീഫോം വരുന്നില്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് റീഫോം ഉണ്ടാകുന്നില്ല. മറ്റുള്ളവരെല്ലാം റീഫോം ചെയ്യപ്പെട്ടു പോയി. ക്രിസ്ത്യാനികളും ചെയ്യപ്പെട്ടു പോയി, ഹിന്ദുക്കളും ചെയ്യപ്പെട്ടു പോയി, ജൂതന്മാരും ചെയ്യപ്പെട്ടു, എല്ലാവരും റീഫോം ചെയ്തു. പക്ഷെ നിങ്ങൾ റീഫോം ചെയ്യുന്നില്ല, നിങ്ങൾ റീഫോം ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഭയമാണ്. കാരണം നിങ്ങളുടെ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മതത്തിന് റീഫോമിനേഷൻ ഇല്ല. മറ്റൊരു ഫോമിലേക്ക് ഈ മതം മാറാൻ പറ്റില്ല. ഇതിനൊരു ഒരു ഒരു ട്രാൻസ്പറൻസി ഇല്ല. ഒരു സെക്കൻഡ് ഇപ്പോ വരാം. ഓക്കെ. അപ്പൊ ഇതിന് ഒരു മാറ്റവും ഇല്ല. ഇസ്ലാം മതത്തിന് യാതൊരു മാറ്റവും ഇല്ല. 1400 കൊല്ലം മുമ്പ് ഈ മതം എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ നിങ്ങൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കുറ്റം പറയുന്നത്. ഇപ്പൊ കണ്ടില്ല, താനൂസ് വന്നേച്ച് പോകുന്നുണ്ടോ? ഇനി ഇവനെ ഇവിടെ ഒരു വഴക്കും സംസാരിക്കാൻ അനുവദിപ്പിക്കരുത് കേട്ടോ നിങ്ങൾ. കാരണം അവൻ പറയുന്നത് അല്ല, കേട്ടോണം നാസർ മറ്റുള്ളവർ ഭായി കേൾക്കാൻ അനുവദിക്കുന്നില്ല. വന്നപ്പോ ഒസാം മൺസൂറും താനൂസ് ജിഹാദി കൂടി കഴിച്ചില്ലേ? അതാ പറഞ്ഞത്, ഇവന്മാരെ നിങ്ങൾ സംസാരിപ്പിക്കാൻ അനുവദിക്കരുത്. കാരണം ഇവന്മാര് കേൾക്കാൻ തയ്യാറില്ല. ഇവന്മാര് പറയുന്ന മറ്റുള്ളവർ കേട്ടോണം. പക്ഷെ ഇവന്മാര് പറയുന്നതിന് മറുപടി നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഇവന്മാർ തയ്യാറല്ല. അങ്ങനെയുള്ളവന്മാരെ സംസാരിപ്പിക്കുകയേ ചെയ്യരുത്. അവന്മാർ വന്ന് ഇരുന്നോട്ടം വേണമെങ്കിൽ, പക്ഷെ ഒരക്ഷരം പറയിപ്പിക്കരുത്. പറയുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന മറുപടി, നിങ്ങളെ ഇവിടെ വന്ന് നാസർ ഭായിയോ മറ്റുള്ളവർ ഇസ്ലാമിക വിമർശകർ പറയുന്ന മറുപടി നിങ്ങൾ കേട്ടിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഉണ്ട്, നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറയണം. അവന്മാരെ കൊണ്ട് സംസാരിപ്പിക്കരുത്. കാരണം അവന്മാരെ അജണ്ട അങ്ങോട്ട് വിളമ്പി വെച്ച് അവന്മാരങ്ങോട്ട് പോവുക. കാരണം മറുപടി കേൾക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്താ, മറുപടി കേട്ട് കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാവും മറുപടിക്ക് ബദലില്ല. അവന്മാർക്ക് നമ്മൾ പറയുന്ന മറുപടിക്ക് ബദൽ പറയാൻ പറ്റുക എന്നുള്ള അവന്മാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവന്മാർ ഇവിടെ നിന്ന് ഒളിച്ചോടുന്നത്. ഈ ഒളിച്ചോട്ടത്തിന് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ മറ്റുള്ളവർക്കായിട്ട് പറയാം. അപ്പോൾ ഈ 1400 കൊല്ലം മുമ്പ് മുതൽ ഇസ്ലാമിസ്റ്റുകൾ എങ്ങനെയാണോ, മുസ്ലിം മതം എങ്ങനെയാണോ, മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ, അങ്ങനെ തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ വരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയാണോ അന്ന് മുണ്ടുകൊടുത്ത് അതേ രീതിയിൽ മുണ്ടുകൊടുക്കുന്നു. അന്ന് അവരെങ്ങനെയാണോ പെണ്ണുങ്ങളെ കൊണ്ട് നടത്തിയിരുന്ന ചാക്കി കയറ്റിക്കൊണ്ട് അതേപോലെ ഇന്നും ചാക്കി കയറ്റിക്കൊണ്ട് നടക്കുന്നു. അന്ന് അവരെങ്ങനെയാണോ കക്കൂസിലേക്ക് കയറിയത് അങ്ങനെ തന്നെ ഇപ്പോഴും കക്കൂസിൽ കയറുന്നു. അന്ന് അവരെങ്ങനെയാണോ അന്യമതസ്ഥരോട് പെരുമാറി ഇന്നും അതേപോലെ തന്നെ അന്യമതസ്ഥരോട് പെരുമാറുന്നു. അന്ന് അവരെങ്ങനെയാണോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കൈകാര്യം ചെയ്ത് ആ രീതിയിൽ തന്നെ ഇന്നും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കൈകാര്യം ചെയ്യുന്നു.
ഇത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്. ഇത് ഈ നൂറ്റാണ്ടിന് യോജിച്ചതല്ല. ഈ 21-ാം നൂറ്റാണ്ടിന് നിങ്ങളുടെ മതം പറയുന്ന ഒരു രീതിയിലും യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. മറ്റു മതസ്ഥരെല്ലാം അവര് കാലത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞു. കാലത്തിന്റെ മാറ്റം അവർ ഉൾക്കൊണ്ടു. കാലത്തിന്റെ ഉൾവിളി അവർ കേട്ടു. പക്ഷെ നിങ്ങൾ കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളുന്നില്ല. കാലത്തിന്റെ ഉൾവിളികൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നിങ്ങൾ ഇപ്പോഴും അപ്രാകൃത ജീവിതം തന്നെ നിങ്ങൾ നയിക്കുകയാണ്. ആ പ്രാകൃത ജീവിത രീതിയുടെ തന്നെ നിങ്ങൾ പോവുകയാണ്. അത് ഈ ലോകത്തിന് ആപത്താണ്. ഒരിക്കലും അത് സാധിക്കില്ല. അത് നടക്കുകയില്ല. അത് ഇനി നിങ്ങൾക്ക് വകവെച്ച് തരാൻ പറ്റുകയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളോട് കായിക ബലത്തിന് നിങ്ങളെ തീർക്കാൻ പറ്റുന്നിടത്ത് കായിക ബലത്തെ ആൾക്കാർ തീർക്കുന്നു. ഇസ്രായേൽ തീർക്കുന്ന അങ്ങനെയാണ്. നിങ്ങളെ ആശയപരമായി നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നിടത്ത് ആശയപരമായി ഇല്ലാതാക്കുന്നു. എന്നെപ്പോലുള്ള ഇസ്ലാമിക വിമർശകർ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. അതായത് ആശയപരമായി നിങ്ങളെ ഇല്ലാതാക്കുക. കാരണം നിങ്ങളുടെ ആശയം എന്താണ്, നിങ്ങളുടെ മതം എന്താണ് പ്രതിപാദിക്കുന്നത്, നിങ്ങളുടെ വേദഗ്രന്ഥം എന്താണ് പറയുന്നത്, നിങ്ങളുടെ മതദൈവം എന്താണ് ഉദ്ഘോഷിച്ചിരിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ആശയ സംവാദം എന്ന് പറയുന്നത്. ഈ ആശയ സംവാദത്തിലൂടെ നിങ്ങളെ ഇല്ലാതാക്കുക. അതാണ് എന്നെപ്പോലുള്ള ഇസ്ലാമിക വിമർശകർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. നിങ്ങളെ കായികമായിട്ട് നിങ്ങളെ ഇല്ലാതാക്കുക. അതാണ് ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് മറ്റുള്ളവർ ഒന്നേ നിങ്ങൾ കുറ്റം പറ, അയ്യോ ഞങ്ങളെ കൊല്ലാൻ വരുന്നേ, അയ്യോ ഞങ്ങൾക്കെതിരെ മാത്രം ആക്രോശിക്കുന്നേ, ഞങ്ങളെ മാത്രം വിമർശിക്കുന്നേ, ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാണ് ഇതിന് കാരണക്കാര്. നിങ്ങൾ മാറാത്തിടത്തോളം കാലം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ആശയപരമായിട്ട് എന്നെ പോലുള്ളവരും ആക്രമിക്കും. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങൾ ആയുധം കൊണ്ട് നിങ്ങളെ ആക്രമിക്കും. കാരണം എന്താണ്? പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവരെ ഇങ്ങനെ ആക്രമിക്കുകയാണ്. കണ്ടില്ലേ, 10,500 എണ്ണത്തിനെയല്ലേ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് അവർ പോയി കൊന്നൊടുക്കിയത്. അപ്പൊ അവർ തിരിച്ചു കൊല്ലുന്നു. കാരണം നിങ്ങളോട് ആ സമയത്ത് സന്ധി ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളോട് സന്ധിക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ മതം അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മാറാൻ തയ്യാറാണ്. സ്വയം നിങ്ങൾ മാറാൻ തയ്യാറാകണം. നിങ്ങൾ പറയണം, ഞങ്ങളുടെ ഈ മതം പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല, ഞങ്ങൾ ഈ മതത്തെ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ഈ മതത്തിലെ മാനവികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളെ ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആൾക്കാർ കാണും. പക്ഷെ നിങ്ങൾ അത് പറയാൻ തയ്യാറാവുന്നില്ല. ഇപ്പോഴിവിടെ ഈ മൻസൂർ താനൂസ പോലുള്ള ജിഹാദികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഏതെങ്കിലും മതത്തിലെ നിങ്ങളുടെ ഈ പോക്കൃത്തരങ്ങളെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറായില്ല. നിങ്ങൾ എല്ലാത്തിനെയും ന്യായീകരിക്കുകയാണ്, എല്ലാത്തിനെയും നിങ്ങൾ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രയോ ആയത്തുകൾ ഓതിച്ച് പറയുന്നു, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോഴൊക്കെ അതിനെ നിങ്ങൾ വെളുപ്പിക്കാനല്ലേ തയ്യാറാകുന്നുള്ളൂ. അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിച്ച് നിങ്ങളുടെ രീതിയിലേക്ക് ആക്കാനല്ലേ തയ്യാറാകുന്നുള്ളൂ. അല്ലാതെ അത് മോശമാണ്, അത് ഈ രാജ്യത്ത് അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് അത് യോജിച്ചതല്ല, ഞങ്ങൾ അതിൽ നിന്നും മാറുന്നു എന്ന് ഏതെങ്കിലും ജിഹാദി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്, ഹിന്ദുക്കൾ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മതത്തെ നിങ്ങൾ തേനിൽ പുരട്ടിക്കൊണ്ട് തന്നെ കൊണ്ടു കിടക്കാണ്. നിങ്ങളുടെ മതം എന്തോ ചക്കരയാണ്, നിങ്ങളുടെ മതദൈവം എന്തോ ചക്കരയാണ്. നിങ്ങൾ മാത്രമാണ് യഥാർത്ഥ സത്യം, നിങ്ങളുടെ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം, ബാക്കിയെല്ലാം അസത്യമാണ്, ബാക്കിയെല്ലാം നുണകളാണ് എന്നല്ലേ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു വരുത്തുന്നത്. ഈ അക്ബർ മുതൽ ഇവിടെ വന്നിരിക്കുന്ന ഈ താനൂസി, മൻസൂർ ജിഹാദികൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളൈറ്റ് വരെയുള്ള ജിഹാദികൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മതം ചക്കരയാണ്, നിങ്ങളുടെ മതം സത്യമാണ്, നിങ്ങളുടെ മതത്തിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല, ബാക്കിയെല്ലാം അസത്യമാണ്. ഖുർആനിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നു. ഖുർആനിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മതം മാത്രമാണ് ഏക സത്യം. നിങ്ങളുടെ മതം തന്നെ, നിങ്ങളുടെ മതം മാത്രമാണ് യഥാർത്ഥ മതം. ഇത് തന്നെയാണ് നിങ്ങളുടെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ അത് മാറ്റി പറയാൻ തയ്യാറാവുന്നില്ല. അതാണ് നിങ്ങൾക്കെതിരെ ഇത്രയധികം ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആശയപരമായിട്ട് ഞങ്ങളും നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മതം ഇത്രയധികം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹുൽ ഇസ്ലാമ 3:19 ഖുർആൻ പറയുന്നു, തീർച്ചയായും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മതം ഇസ്ലാം മാത്രമാകുന്നു. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാം പോലെ തന്നെയാണ് മറ്റു മതങ്ങളും, ഇസ്ലാം പോലെ തന്നെയാണ് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിച്ചോട്ടെ, ഞങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ മതമാണ് സത്യം, നിങ്ങളുടെ മതത്തിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല, നിങ്ങളുടെ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം എന്നല്ലേ നിങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പൊ അതിനെതിരെ വിമർശനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വിമർശനത്തെ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. ഈ വിമർശനം എന്ന് പറയുന്നത് ഇനിയുള്ള കാലം ഇത് ഈ ചുമ്മാ വിമർശനമായിട്ട് പോകില്ല. നിങ്ങൾ ഓർക്കും, ഇപ്പൊ എന്നെ പോലെയുള്ള ഒരു ക്ലബ് ഹൗസിൽ ഒന്ന് വായ്ത്താൾ ഓടിക്കുന്നു, ഞങ്ങളുടെ ഒരു റൂം കഴിയുമ്പോൾ അതങ്ങോട്ട് തീരും. ഇല്ല, തീരുകയില്ല. ഇത് 1000-ങ്ങളിലേക്കും 10,000-ങ്ങളിലേക്കും പാസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്നെ പോലുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ മാറി ചിന്തിക്കുകയാണ്. അവരുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ സീറ്റ് കൂടുതൽ, ഒരു 10 സീറ്റെങ്കിലും BJP കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ പോലുള്ളവരുടെ പ്രയത്നത്തിന്റെയും കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങളുടെ മതത്തിന്റെ നിങ്ങളുടെ മതത്തിന്റെ നിങ്ങളുടെ മതത്തിന്റെ ഈ പോക്കൃത്തനങ്ങളും ഈ അസന്മാർഗികതകളും മറ്റു മതസ്ഥരിലേക്ക് എത്തിക്കഴിഞ്ഞു, മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 10 സീറ്റെങ്കിലും ഇത്തവണ BJPക്ക് കൂടുതൽ കിട്ടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ നിങ്ങൾ വീണ്ടും ഈ മദ്രസ ചിന്താഗതിയുമായി തന്നെ മുന്നോട്ട് പോയാൽ ഞങ്ങൾ പറയുന്ന ഈ വിമർശനങ്ങൾക്ക് മറുപടിയെ മാർട്ടിനെ കൊണ്ടുവരികയും കുരിശുയുദ്ധത്തെ കൊണ്ടുവരികയും ഹിന്ദുക്കളിലെ ജാതീയതയെ കൊണ്ടുവരികയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കളെല്ലാം ക്രിസ്ത്യാനികളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ജൂതന്മാരിലേക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞു വരുത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ബാലൻസിങ് തന്ത്രങ്ങൾ മാത്രമാണ്. അതൊന്നും ഒരു മനുഷ്യനും വിശ്വസിക്കില്ല. കാരണം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ക്രിസ്ത്യാനിയായാലും ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ക്രിസ്തുമതമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളിലാണ് ഭൂരിപക്ഷം. അവിടെ നിങ്ങൾ മുസ്ലിമുകൾ സുന്ദരമായിട്ട് ജീവിക്കുന്നില്ലേ? യുക്തിവാദികൾ സുന്ദരമായിട്ട് ജീവിക്കുന്നില്ലേ? ഹിന്ദുക്കൾ സുന്ദരമായിട്ട് ജീവിക്കുന്നില്ലേ? ജീവിക്കുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങളെ ആരും കൊല്ലാൻ വരുന്നില്ല. നിങ്ങളുടെ യേശുക്രിസ്തുവിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിനെ വിമർശിച്ചെന്ന് പറഞ്ഞു ഏതെങ്കിലും ഹിന്ദു ഇന്ത്യയോ മുസ്ലിം ഇന്ത്യയോ തലയാരെങ്കിലും എടുത്തിട്ടുണ്ടോ? കൈയും കാലും ആരെങ്കിലും വെട്ടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളല്ലേ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇതൊരു ക്രിസ്തുമത രാജ്യമായാലും എന്നെപ്പോലുള്ളവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഹിന്ദുമത രാജ്യമായാലും ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് ഇനി മോദി പ്രഖ്യാപിച്ചാലും എന്നെപ്പോലുള്ളവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി ഒരു ജൂത രാജ്യമായിട്ട് ഇവിടുത്തെ മത്സരം എല്ലാം കൂടെ ജൂതമതത്തിലേക്ക് ചേർന്ന് വെച്ച് ഒരു യഹൂദ രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറിയാലും എന്നെപ്പോലുള്ളവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇസ്ലാം വന്നു കഴിഞ്ഞാലോ, ഇതൊരു ഇസ്ലാം രാജ്യമായി മാറിയാലോ? അഫ്ഗാനിസ്ഥാൻ നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണമല്ലേ ജിഹാദികളെ? അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക പോയി താലിബാനോടെ ഭരണം കീഴടക്കിയപ്പോൾ താലിബാൻ എന്ന് പറയുന്ന ഇസ്ലാമിക ശക്തി തീവ്രവാദ ശക്തികൾ അവിടെ ഭരണമേറ്റെടുത്തപ്പോൾ അവിടുത്തെ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ ഫ്ലൈറ്റിന്റെ ചിറകിൽ വരെ തൂങ്ങി സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക്, നിങ്ങൾ പറയുന്ന ഈ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് ഫ്ലൈറ്റിന്റെ ചിറകിലും ഫ്ലൈറ്റിന്റെ ടയറിലും വരെ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവര് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ജൂതന്മാരോ ആയിരുന്നില്ല. അവിടുത്തെ മുസ്ലിമീങ്ങളായിരുന്നു ജിഹാദികളെ. അവിടുത്തെ മുസ്ലിമീങ്ങൾ എന്താ ഇസ്ലാമിക ഭരണത്തെ ഇത്രയധികം ഭയപ്പെട്ടത്? കാരണം അവരെ അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അവിടെ ഭരണമുണ്ടായിരുന്നപ്പോൾ അവരോട് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. പെണ്ണുങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് സാംസ്കാരിക കലോത്സവങ്ങളിലോ സാംസ്കാരികമായ എന്തിലും വേണം കലാകായിക മത്സരങ്ങളിലോ പങ്കെടുക്കാമായിരുന്നു. പുരുഷന്മാർക്ക് നല്ല രീതിയിൽ നടക്കാമായിരുന്നു. നല്ല ഭക്ഷണം കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ജീവിതം കിട്ടി. പക്ഷേ താലിബാൻ വരുമ്പോൾ അവർക്കറിയാം ഇസ്ലാമിക ഭരണം ഇവിടെ വരും, ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും, ഞങ്ങളെ ഈ നല്ല മോഡേൺ ഡ്രസ്സുകളിൽ നിന്നും ഞങ്ങളെ കറുത്ത ചാക്കുകളിലേക്ക് ഇട്ട് മൂടും, ഞങ്ങളെ 4ഉം 5ഉം ഒരു പുരുഷന്റെ 4മത്തെയോ 5മത്തെയോ ഭാര്യയായിട്ട് മാറ്റപ്പെടും, അല്ലെങ്കിൽ അടിമ സ്ത്രീകളായിട്ട് ഞങ്ങളെ അവർ പിടിച്ചുകൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഭോഗിക്കും. ഇതൊക്കെ അവിടുത്തെ പെണ്ണുങ്ങൾക്കറിയാം. പുരുഷന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഫ്ലൈറ്റിന്റെ ചിറകിലെങ്കിലും തൂങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാമെന്നോർത്ത് നിങ്ങളുടെ ഭരണം അവിടെ വന്നപ്പോൾ അവിടെ ആൾക്കാർ രക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ ഭരണം വലിയ ഉദാഹരണമല്ലേ? താനൂസിനും മൻഷൂറിനെ പോലുള്ള ജിഹാദികൾക്ക് ചിന്തിക്കാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടുന്ന് മുസ്ലിമീങ്ങൾ പോയത് നിങ്ങളൊക്കെ കുറ്റം പറഞ്ഞ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്കാണ് പോയത്. അവർ സൗദി അറേബ്യയിലേക്ക് പോകാൻ തയ്യാറായില്ല, സിറിയയിലേക്ക് പോകാൻ തയ്യാറായില്ല, പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറായില്ല, ബംഗ്ലാദേശിലേക്ക് പോകാൻ തയ്യാറായില്ല. എന്തേ പോയില്ല? നിങ്ങളുടെ രാജ്യമല്ലേ? പോയില്ലല്ലോ. അവർ പോയതെങ്ങോട്ടാണ്? ഈ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്കാണ്. അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേ? അതുകൊണ്ട് എനിക്ക് ഈ താനൂസിനെ പോലുള്ള മൻഷൂറിനെ പോലുള്ള ജിഹാദികളോടും ഈ മദ്രസ പൊട്ടന്മാരോടും ഈ ഇസ്ലാമിസ്റ്റുകളോടും ഈ സുഡാപ്പികളോടും ഈ ജിഹാദികളോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാലും, എത്ര പ്രാവശ്യം നിങ്ങൾ മാർട്ടിനെ കൊണ്ടുവന്നാലും, എത്ര പ്രാവശ്യം നിങ്ങൾ കുരിശുയുദ്ധം പറഞ്ഞാലും, എത്ര പ്രാവശ്യം നിങ്ങൾ ഹിന്ദുക്കളിലെ ജാതീയത പറഞ്ഞാലും അതൊന്നും ഇനിയുള്ള കാലം വില പോവില്ല. അതൊക്കെ നിങ്ങളുടെ ബാലൻസിങ് തന്ത്രങ്ങൾ, നിങ്ങളുടെ തക്കികൾ മാത്രമായിട്ട് ഇവിടെ അവശേഷിക്കും. നിങ്ങൾക്കെതിരെ ഉള്ള ഈ വിമർശനങ്ങൾ ഇല്ലാതാകണമെങ്കിൽ, നിങ്ങൾക്കെതിരെയുള്ള നിങ്ങളെ ഈ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഈ രീതികൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഈ മറ്റുള്ളവരുടെ നിങ്ങളോടുള്ള വെറുപ്പ് മാറണമെങ്കിൽ, നിങ്ങളുടെ മതത്തിൽ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള മാനവികതയ്ക്ക് നിരക്കാത്ത, മനുഷ്യത്വത്തിന് നിരക്കാത്ത, പ്രകൃതിക്ക് നിരക്കാത്ത ഇത്തരം വാക്യങ്ങളും വാചകങ്ങളും, നിങ്ങളുടെ ആയത്തുകളും, നിങ്ങളുടെ ഖുർആനിക ആയത്തുകളും, ഹദീസിലെ വചനങ്ങളും, മുഹമ്മദിന്റെ നിർദ്ദേശങ്ങളും നിങ്ങൾ മാറ്റിവെച്ചേ മതിയാവൂ. നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറണം. കാലത്തിന്റെ ഉൾവിളി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ വീണ്ടും പ്രതിരോധത്തിലായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വീണ്ടും അഭയാർത്ഥികളായി ലോകം മുഴുവൻ തെണ്ടി നടക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. യാതൊരു സംശയവുമില്ല. നിസ്സംശയം, നിസ്തർക്കം. ഞാൻ നിർത്തുന്നു.